Hi students. Last day നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എ ഫേം. ഡെസൊല്യൂഷൻ സമയത്ത് എങ്ങനെയൊക്കെ ഡിസോൾവ് ചെയ്യാം, ഏതെല്ലാം മോഡ്സ് ആണ്, ബൈ അഗ്രിമെൻറ്റ്, ബൈ നോട്ടീസ്, ബൈ കോർട്ട് തന്നെ പല കാര്യങ്ങൾ കമ്പൽസറി ആണെങ്കിൽ, പിന്നെ ചില കണ്ടിൻജൻസി വരുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഡിസോൾവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഓൺ ഡിസൊല്യൂഷൻ. ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സിലേക്ക് പോകുന്നു, നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ദ ഫസ്റ്റ് റൈറ്റ് ഇസ് റൈറ്റ് ടു ഹാവ് ദ ബിസിനസ് ബോണ്ട് അപ്പ്. ബിസിനസ് ബോണ്ട് അപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എവറി പാർട്ട്ണർ ഹോസ് ഇസ് റെപ്രസെൻറ്റേറ്റീവ് ഇസ് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം അപ്ലൈഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്സൈഡ് ഡെപ്റ്റ് and liabilities of the firm and have the surplus distributed among the partners or their representatives in according to their right. അപ്പം വൈൻഡ് അപ്പ് സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കടങ്ങൾ ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിന് പുറത്ത് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യും. അതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഈക്വലി പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റണം. ആ ഒരു റൈറ്റ് അതാണ് വൈൻഡിങ്ങിൻ്റെ സമയത്ത് ആ ഒരു ഷെയറിന് ഈക്വലി സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ്, അല്ലെങ്കിൽ ബാക്കി ആ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റ് കിട്ടുന്ന പൈസ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അത് കിട്ടാനുള്ള ഒരു റൈറ്റ് നമ്മുടെ പാർട്ട്നേഴ്സിനുണ്ട്. സെക്കൻഡ്, റൈറ്റ് ടു ഹാവ് ദ ഡെബ്രിസ് ഓഫ് ദി ഫേം സെറ്റിൽ ഔട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ദാറ്റ് ഈസ് വെനെവർ എ ഫേം ഇസ് ഡിസോൾവ് ദ ഡെപ്റ്റ് ആർ സെറ്റിൽഡ് ഔട്ട് വിത്ത് ദ പ്രോപ്പർട്ടി. അല്ലേ, അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അല്ലെങ്കിൽ ആ ഫേമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും വിറ്റിട്ടായിരിക്കും കടങ്ങളെല്ലാം തീർക്കുന്നത്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട്, പ്രൈവറ്റ് ഡെപ്റ്റുകളെല്ലാം തീർന്നു, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റും നമ്മളുടെ പാർട്ട്നേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 49. ഓരോ സെഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഇസ് എ റൈറ്റ് ടു പേഴ്സണൽ പ്രോഫിറ്റ് ഏൺഡ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. എന്തെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റ്സ് ഇതിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുഡ് വിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേമിൻ്റെ പേര് കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റ് നമ്മുടെ പാർട്ട്നേഴ്സിന് ഉണ്ട്. ദെൻ റൈറ്റ് ടു പ്രീമിയം ഓൺ ദ പ്രീമച്വർ ഡിസ്ക്ലോഷർ. ഇനി എപ്പോഴെങ്കിലും പാർട്ട്ണർഷിപ്പിന് കയറുന്ന ഒരു പീരീഡ് ടൈമിലേക്കായിരിക്കുമല്ലോ, അപ്പോൾ ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സ്ഡ് ടേം പീരീഡ്. അപ്പോൾ ആ ഒരു ടേം പീരീഡിന് മുമ്പ് ഡിസോൾവ് ചെയ്തു, അപ്പോൾ ബിഫോർ ദ എക്സ്പിറേഷൻ ഓഫ് ദ ടേം ആണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ പ്രീമിയത്തിൻ്റെ ഫുള്ള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടെങ്കിലും കിട്ടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് കിട്ടാനുള്ള റൈറ്റ് ഒരു പാർട്ട്ണർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 51. Then right where the partnership contract is rescinded for fraud or misrepresentation. That is when a contract creating the partnership is rescinded on the ground of fraud, എന്തെങ്കിലും ഒരു മിസ്റെപ്രസെൻറ്റേഷൻ വന്നു ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ തെറ്റ് ചെയ്തു, ഫ്രോഡ് ചെയ്തു, അങ്ങനെയാണെങ്കിലും കുറച്ച് റൈറ്റ്സ് ഉണ്ട് നമ്മളുടെ പാർട്ട്നേഴ്സിന്. എന്തൊക്കെയാണ്? ദ റൈറ്റ് ഓഫ് ലീൻ ഓൺ ദി സർപ്ലസ് അസെറ്റ്. ബാക്കിയുള്ള സർപ്ലസ് അസെറ്റ് എന്തൊക്കെയുണ്ട്, ബാക്കിയുള്ള അസെറ്റ്സ് എന്തൊക്കെയാണോ അതിൻ്റെ മേലെയുള്ളൊരു കൈവശാവകാശമുണ്ട് നമ്മളുടെ പാർട്ട്നേഴ്സിന്. ഹീ ഹാസ് എ ലീൻ ഓൺ ദി സർപ്ലസ് അസെറ്റ് ആഫ്റ്റർ ദി ഡെപ്റ്റ് ഓഫ് ദ ഫേം ഹാസ് ബീൻ പെയ്ഡ്. നമ്മളുടെ ഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ട് ഫേമെങ്കിൽ അതൊക്കെ അടയ്ക്കണം, അതിന് ശേഷമുള്ള എമൗണ്ട് അയാൾക്ക് അതിന് അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ഓഫ് സബ്രഗേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഹീ സബ്രഗേറ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ക്രെഡിറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പേയ്മെൻറ്റ് പെയ്ഡ് ബൈ ഹിം ടുവേർഡ്സ് ദ ഡെപ്റ്റ് ഓഫ് ദി ഫേം. ഇനി അയാളുടെ കയ്യിൽ നിന്ന് പാർട്ട്ണർ ആയിരിക്കാൻ ചിലപ്പോൾ പൈസ കൊടുത്തത്, ഫേമിൻ്റെ പേരിലുള്ള കടം തീർത്തത് അയാളാണെങ്കിൽ അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ, ഇപ്പം പ്രീമച്വർ ആയിട്ട് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി കാരണമാണ് നമ്മൾ ഡിസോൾവ് ചെയ്തതെങ്കിൽ എന്തെങ്കിലും കടം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ആസ് എ പാർട്ട്ണർ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ, അത് സബ്രഗേറ്റ് ചെയ്ത് തിരിച്ചു വാങ്ങാനുള്ള റൈറ്റും എനിക്ക് ഉണ്ട് ആസ് എ പാർട്ട്ണർ. Then right to be indemnified. That is, he has also the right to be indemnified by the partners or partner who is guilty of fraud or misrepresentation against all the debt of the firm. അയാളും അതിന് ഉത്തരവാദിയാണ് അല്ലേ. എന്തെങ്കിലും ഫ്രോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടുള്ള ആളും ചെയ്താൽ, നമ്മുടെ കൂട്ടാളിയും ചെയ്യുകയാണെങ്കിൽ നമ്മളും അതിന് ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും. വി ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഡീഡ്. സോ ദീസ് ആർ ദ റൈറ്റ്സ്. Next one is the right to restrain the partners from use of the firm name or property. പിന്നെ ഒരു റൈറ്റ് ഉള്ളത്, കൂടെയുള്ള പാർട്ട്നേഴ്സ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പാർട്ട്ണറിനും അതുപോലെ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് മേ റെസ്ട്രെയിൻ എനി അതർ പാർട്ട്ണർ ഫ്രം ക്യാരി ഓൺ എ സിമിലർ ബിസിനസ് ഇൻ ദ ഫേം നെയിം ഓർ ഇൻ ദ സെയിം പ്രോപ്പർട്ടി. ഇപ്പം ഒരു ഫേമിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർ ആ ഫേം നിർത്തിക്കഴിഞ്ഞാൽ അതേ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തോ സെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പാർട്ട്ണറിനും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പാർട്ട്ണർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, റെസ്ട്രെയിൻ ചെയ്യാനുള്ള കഴിവും നമ്മളെ പാർട്ട്നേഴ്സിനുണ്ട്. സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ ഓൺ ദ സൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്.
ഫസ്റ്റ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ബാക്കിയുള്ള എന്തെങ്കിലും അവർക്ക് സർപ്ലസ് ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പ്രോപ്പർട്ടി വിറ്റിട്ട് ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്രിസിൻ്റെ മേലെയുള്ള ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ പേഴ്സണൽ പ്രോഫിറ്റ്സ് എന്തെങ്കിലും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് റൈറ്റ് ഇസ് ഓൾസോ ദേ. എന്തെങ്കിലും പ്രിമച്വർ ഡിസ്ക്ലോഷർ ചെയ്തുകൊണ്ടാണെങ്കിൽ അതിൻ്റെ ഫുൾ പ്രീമിയം എമൗണ്ട് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രീമിയം എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ വേറൊരാളുടെ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ കൊണ്ട് സംഭവിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് അയാളുടെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ടുകൾ കിട്ടാനും, അതേപോലെ നേരത്തെ ഞാൻ സബ്രഗേറ്റ് ചെയ്യാൻ എന്നുവെച്ചാൽ നേരത്തെ ഞാൻ ആ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫേമിന് വേണ്ടി അടച്ച പൈസ ഏതെങ്കിലും ഒരു കടം തീർക്കാൻ ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണെങ്കിൽ അതെനിക്ക് തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട് ഇഫ് ഐ ആം ദ പാർട്ട്ണർ ഓഫ് ദാറ്റ് കമ്പനി ഓൺ ദി കേസ് ഓഫ് ദിസ് ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. അതേപോലെ ബാക്കി പാർട്ട്നേഴ്സ് ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ ഞാനും ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെയൊരു കാര്യവും ഉണ്ട് ഇൻ കേസ് ഓഫ് ദിസ് ഫ്രോഡ്സ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഓൾസോ വേറെ ഇതേപോലെ ഒരു ഫേം വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, ഈ ഫേമിൻ്റെ അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്തോ അതേ പേര് ഉപയോഗിച്ചോ വേറെ ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് റെസ്ട്രെയിൻ ചെയ്യാനുള്ള റൈറ്റ് നമ്മളുടെ പാർട്ട്നേഴ്സിന് ഉണ്ട്. സോ ദീസ് ആർ ദ മേജർ റൈറ്റ്സ് ഓഫ് ദ പാർട്ട്ണർ ഓൺ റെസൊല്യൂഷൻ ഓർ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. നെക്സ്റ്റ് ഇസ് സം ഓഫ് ദ ലയബിലിറ്റീസ് ഓഫ് പാർട്ട്ണർ. ഇപ്പം ഗുണങ്ങളുണ്ട്, അത് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ലയബിലിറ്റി ഫോർ ദ ആക്ട് ഓഫ് ദ പാർട്ടേഴ്സ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. ദാറ്റ് ഈസ് സെക്ഷൻ 45 പറഞ്ഞിരിക്കുന്നത് ഈവൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ ഓൾ ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ടു റിമെയിൻ ലയബിൾ ടു ദ തേർഡ് പാർട്ടി ഫോർ എനി അതർ ആക്ട് ഡൺ ബൈ any of them in the usual course of the business of the firm until public notice have been given to the dissolution. Dissolution complete ആവാൻ വേണ്ടി നമ്മൾ പബ്ലിക് നോട്ടീസും കൊടുക്കണം. പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരും അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വരെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മുടെ ഫേമിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ലയബിൾ ആയിരിക്കും ഓൾ ദ പാർട്ട്നേഴ്സ്. ഈവൻ ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ ഇറ്റ് വോണ്ട് എൻഡ് ദ റിലേഷൻ ആസ് എ പാർട്ട്ണർ വിൽ നോട്ട് എൻഡ് ഓൺലി ആഫ്റ്റർ ദ പബ്ലിഷിംഗ് ദ പബ്ലിക് നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽ, അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലാതാവുന്ന അപ്പോൾ മാത്രമായിരിക്കും. പിന്നെ സെക്കൻഡ് വൺ ആണ് കണ്ടിന്യൂയിങ് അതോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് വൈൻഡിങ് അപ്പ്. That is, after the dissolution, the authority of each partner to bind the firm and the other mutual rights and obligations of the partners continue as far as it's necessary. ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ, കുറേ ഡോക്യുമെൻറ്റേഷനൊക്കെ വേണം. അതിനെല്ലാത്തിനും പാർട്ട്നേഴ്സ് എന്തായിരിക്കണം, പാർട്ട്നേഴ്സായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. കാൺ ലീവ് ദ ഓർഗനൈസേഷൻ. ആൻഡ് ട്രാൻസാക്ഷൻ തുടങ്ങി കൊണ്ട് നിർത്താൻ പറ്റത്തില്ല, തുടങ്ങി അത് അവസാനിക്കുന്ന വരെ പാർട്ട്നേഴ്സായിട്ട് തന്നെ നിന്നിരിക്കണം. ഇതൊക്കെയാണ് ലയബിലിറ്റി സ്പേസ് ബൈ എ പാർട്ട്ണർ. പിന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പാർട്ട്ണർഷിപ്പ് എന്ന കൺസെപ്റ്റ് ആയിരുന്നു. പാർട്ട്ണർഷിപ്പിലൂടെ അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുന്ന മോഡ്സ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഡിസോൾവ് ചെയ്തതിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഒരു പാർട്ട്ണറിനുള്ളത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ലയബിലിറ്റീസ് എ പാർട്ട്ണർ ഫേസ്, അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ലോ ഓഫ് പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് സംവോട്ട് ലിറ്റിൽ ഡിഫറൻസ് ഇസ് ദ ബിറ്റ്വീൻ ദാറ്റ് പാർട്ട്ണർഷിപ്പുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് പാർട്ട്ണർഷിപ്പ് ആക്ട് ബേസ് ചെയ്തിട്ടാണ് പാർട്ട്ണർഷിപ്പ് വന്നിരിക്കുന്നത്. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കെയിം അണ്ടർ ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 2008 നോട്ടിഫൈഡ് ഓൺ 31/3/2009. 2009 നോട്ടിഫൈഡ് ആയ 2008 വന്ന ആക്റ്റാണ്. അതിന് 81 സെഷൻ ആൻഡ് 4 ഷെഡ്യൂൾസ് അതെ. ആൻഡ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആർ, നമ്മളുടെ നോർമൽ പാർട്ട്ണർഷിപ്പിനേക്കാളും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ലോ. ഈ പാർട്ട്ണർഷിപ്പ് നമ്മുടെ നോർമൽ പാർട്ട്ണർഷിപ്പിനെ പോലെയല്ല. ഇത് പാർട്ട്ണർഷിപ്പ് നമ്മുടെ മറ്റേ നോർമൽ പാർട്ട്ണർഷിപ്പിൻ്റെ ആക്ട് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 ആണ്. 32 ഒരു ആക്ട് ബേസ് ചെയ്താൽ. പക്ഷേ ഇത് ഒരു വേറെ LLP ആക്ട് കോൾ ഇൻ 2008 ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി കോർപ്പറേറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന്, ദാറ്റ് ഈസ് LLP may be a body corporate and a legal entity separate from the partners. പാർട്ട്നേഴ്സ് ഇവർ വ്യത്യസ്തമാണ് അല്ലേ. കമ്പനിയും അതുപോലെ നമ്മളുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എല്ലാം വേറെ വേറെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേറെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലും. കമ്പനി, ദ ഫേം ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ദ പാർട്ട്നേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് എൻജോയ്സ് ഓൾ ദ ഫ്രീഡം ഓഫ് എ കമ്പനി. പെർപെച്വൽ സക്സഷൻ ഉണ്ട്, അതിൻ്റെ പേരിൽ തന്നെ അസറ്റ്സ് ഉണ്ടാവും, സ്യൂ ചെയ്യാനും സ്യൂ ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ കുറേ റൈറ്റ്സുകളുണ്ട് ആസ് എ
ബോഡി കോർപ്പറേറ്റ്. ബട്ട് ദ പാർട്ട്നേഴ്സ് ഹാവ് ദ റൈറ്റ് ടു മാനേജ് ദ ബിസിനസ് ഡയറക്ട്ലി. കോർപ്പറേറ്റ് ഷെയർ ഹോൾഡേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ പാർട്ട്നേഴ്സിന് ഫുള്ളി മാനേജ് ചെയ്യാൻ ബിസിനസ് അതിനൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആസ് എ കമ്പനി ഇറ്റ്സെൽഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓൾസോ ആക്ട് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ദാറ്റ് ഓഫ് ദി കോർപ്പറേറ്റ് ബോഡിയായിട്ട് വ്യത്യാസമാണ് പാർട്ട്നേഴ്സ് എല്ലാം. ദെൻ ഫോർത്ത് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി റിഗാർഡിംഗ് ദ ലയബിലിറ്റീനെ ബേസ് ചെയ്ത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് എന്ന് വെച്ചാൽ എത്രത്തോളം കാണാം ആ ഫേമിനുണ്ട് അത് മുഴുവൻ പാർട്ട്നേഴ്സും ബിയർ ചെയ്യേണ്ടി വരും. ദർ ഇസ് നോ ഡിഫറൻസ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലാത്തതുകൊണ്ട്. ഇവിടെയാണെങ്കിൽ ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ദ ഡ്യൂട്ടീസ്. The mutual rights and the duties of the partners of the LLP industry and those of the LLP and its partners shall be governed by the agreement between the partners or between the LLP and the partners. ഒരു അഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് എന്തൊക്കെ ലയബിലിറ്റിയിലാണ്, എത്രത്തോളം ഡ്യൂട്ടീസാണ്, എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ് എല്ലാം വരുന്നത്. അതെല്ലാം ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മളുടെ LLP ആക്ട് 2008 ഫസ്റ്റ് ഷെഡ്യൂളിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി, വ്യത്യാസമുണ്ട്. Then next one is about the mutual agency. One partner is not responsible or liable for another partner's misconduct or negligence. നമ്മുടെ നോർമൽ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ എന്താ, ഒരു പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മറ്റേ ആളും ലയബിളാണ്, ഓർ ഹീസ് ഓൾസോ ഇൻഡെംനിഫൈഡ് അല്ലേ, അയാളും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെ ചെയ്താലും വേറൊരാളുടെ ഡെപ്റ്റിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഇൻ ദ കേസ് ഓഫ് എ ഫേം ഒരു പാർട്ട്ണർ. പക്ഷേ ഇവിടെ ഒരു പാർട്ട്ണർ വേറൊരു പാർട്ട്ണറിന് വേണ്ടി അയാളുടെ നെഗ്ലിജൻസോ അയാളുടെ മിസ്കണ്ടക്റ്റിനോ ഒന്നും ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ദ പാർട്ട്ണർ വിൽ എൻജോയ് ലിമിറ്റഡ് ലയബിലിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഇൻ LLP. അവരെത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതുമാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റിയുടെ ബേസും. So there is no exposure of personal assets of partner to liability except in the case of fraud. എന്തെങ്കിലും ഫ്രോഡ് ചെയ്താൽ, ഇപ്പം ഞാനൊരു പാർട്ട്ണറാണ് LLPയുടെ, എന്നിട്ട് ഞാനൊരു ഫ്രോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്ത് അതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫ്രോഡ് ചെയ്യാത്ത പക്ഷം വേറെ എൻ്റെ കൂടെയുള്ളൊരു പാർട്ട്ണറാണ് ഫ്രോഡ് ചെയ്തതെങ്കിൽ മൈ പ്രോപ്പർട്ടി വിൽ നോട്ട് ബി സീസ്ഡ്. എൻ്റെ പ്രോപ്പർട്ടിയായിട്ട് അതിനൊരു ബന്ധമില്ല, ബിക്കോസ് ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ഓഫ് ദി ആക്ട്സ് ഓഫ് ദി അതർ പാർട്ട്ണർ. ദാറ്റ് ഈസ് അബൌട്ട് ദ മ്യൂച്വൽ ഏജൻസി. Next, about the membership of LLP. At least 2 partners are to be required. അതിൽ at least 2 individuals as the designated partners of whom one should be the resident in India. അപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടാവണം നോർമൽ, അതേപോലെ 2 ഇൻഡിവിജ്വൽസ് ആർ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും വേണം. അതിൽ ഒരാൾ എന്തായാലും ഇന്ത്യൻ റെസിഡൻറ്റും ആയിരിക്കണം. അതാണ് LLPയുടെ ഒരു സ്ട്രക്ചർ. Then the accounts and auditing is that the statement of accounts and solvency shall be filed by every LLP to the registrar. എല്ലാ വർഷവും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസിയും നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം ഓഡിറ്റിൽ നമ്മുടെ ഓരോ പാർട്ട്നേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിലും കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിലും കൂടുതലാണ്. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളിലാണ് നമ്മൾ അക്കൗണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഇപ്പം ഫണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി അതും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, സോൾവൻസി ഓഫ് ദ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് അബൌട്ട് ദ സൂപ്പർവിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ദാറ്റ് ഈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ ഹാവ് ദ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അതിനുവേണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രോഡ് തോന്നുന്നതാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടി ഒരു ഇൻസ്പെക്ടറിനെ ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അബൌട്ട് ദ മെർജർ, അമൽഗമേഷൻ ഓർ ദി കൺവേർഷൻ. ദാറ്റ് ഈസ് the compromise and arrangement including merger and amalgamation shall be in accordance with the provision of the act. ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് അമാൽഗമേഷനും അതുപോലെ മെർജറും കൺവേർഷനൊക്കെ എങ്ങനെയാണ്, അതേപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ. എ ഫേം, പ്രൈവറ്റ് കമ്പനി ഓർ എൻ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിൽ ബി അലൗഡ് ടു കൺവേർട്ട് ടു LLP. ആ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ബേസിസിൽ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു ഫേമിനെ, ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി, അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയൊക്കെ നമുക്ക് എന്താക്കാം, ഒരു LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then application of the Companies Act. The Act confers powers on the central government to apply the provisions of Companies Act by notification with changes as and when required. അത് കമ്പനീസ് ആക്ടിനെ വെച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ വൈൻഡിങ് അപ്പ് ഓഫ് LLP. ദ വൈൻഡിങ് അപ്പ് ഈസ് ഐദർ ബൈ ദ വോളണ്ടറി ഓർ ബൈ NCLT. ഒന്നെങ്കിൽ വോളണ്ടറി ആയിട്ട് LLP വൈൻഡ് അപ്പ് ചെയ്യുക. നമ്മുടെ നോർമൽ പാർട്ട്ണർഷിപ്പിന് പല മോഡ്സ് പറഞ്ഞല്ലേ ഡിസൊല്യൂഷന്. ഇവിടെ വോളണ്ടറി ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ NCLT ദാറ്റ് ഈസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ വക അവരുടെ കുറച്ച് സർക്കംസ്റ്റൻസസിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്റ്റ് അടച്ചിട്ടില്ല, എന്തെങ്കിലും കടമുണ്ട് LLPയുടെ പേരിൽ, അത് ഞാൻ അടച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള എനിക്ക് കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത സ്റ്റേറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി ഓർ ആനുവൽ റിട്ടേൺ ഈസ് റോങ്, അല്ലെങ്കിൽ ഞാൻ 5 വർഷമായിട്ട് അടയ്ക്കുന്നില്ല
ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ദ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനി ലോ ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ത് ചെയ്യുക, വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പാർട്ട്ണർഷിപ്പായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനിയും അതുപോലെ LLP പാർട്ട്ണർഷിപ്പും കൂടി കമ്പയർ ചെയ്താൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഇസ് about the regulation act. മൂന്ന് രീതിയിലുള്ള ആക്ട്. കമ്പനീസ് ആക്ട് 2013, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008, അതുവഴിയാണ് LLP. പിന്നെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 ബേസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ. ദെൻ regulation. They will be regulating the company, then LLP and the partnership respectively. Then about the registration, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ എന്തായാലും കമ്പനി രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ LLPയും രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ കമ്പൽസറി അല്ല രജിസ്ട്രേഷൻ. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യാറുണ്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ കമ്പൽസറി ഇഷ്യൂ. ദെൻ തേർഡ് അബൌട്ട് ദ നെയിം. നമ്മൾ പേര് നോക്കുകയാണെങ്കിൽ എപ്പോഴും കമ്പനിയുടെ പേര് എങ്ങനെയാണ്? കമ്പനിയുടെ പേരുണ്ടാവും, അതിന് അവസാനം ലിമിറ്റഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവും. ലിമിറ്റഡ് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ദ പബ്ലിക് കമ്പനി, ഇഫ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവും. എന്നാൽ ഒരു LLPയുടെ കേസിന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് LLP ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അങ്ങനെ തന്നെ എഴുതിയിരിക്കണം. അതേപോലെ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ഒരു ഗൈഡ് ലൈൻസും ഇല്ല, ലിമിറ്റഡ് എന്നോ LLP എന്നോ പാർട്ട്ണർഷിപ്പ് എന്നോ അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ദെൻ അബൌട്ട് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നമ്മൾ എത്രയാണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് വെക്കുന്നതെന്ന്. അത് ഒരു കമ്പനിക്ക് 1 ലക്ഷമാണ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 1 ലക്ഷം മിനിമം ക്യാപിറ്റൽ വേണം. എന്നാൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 5 ലക്ഷമായിരിക്കും മിനിമം ക്യാപിറ്റലായിട്ട് റിക്വയർ ചെയ്യുന്നത്. പിന്നെ LLP ആണെങ്കിൽ അതിന് ലിമിറ്റ് ഒന്നുമില്ല, ഇത്ര മിനിമം വേണം, ഇത്ര മാക്സിമം വേണം. LLPക്കും ആവശ്യമില്ല. അതുപോലെ പാർട്ട്ണർഷിപ്പിനും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഒരു ലിമിറ്റ്സ് ഒന്നുമില്ല, മിനിമം മാക്സിമം ലിമിറ്റ് ഇല്ല. ഓൺലി ഫോർ ദ കമ്പനി there is a minimum limit of 1 and 5. 1 for a private and 5 for the public company. Then about the legal entity, കമ്പനിയിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനി സെപ്പറേറ്റ് ആണല്ലേ. കമ്പനിയും അതിൻ്റെ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സ് എല്ലാം വേറെയാണ്. ദർ ഇസ് എ സ്മോൾ റോങ് ഹിയർ. ദാറ്റ് ഈസ് ദ ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനിയും അതുപോലെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഡിഫറെൻ്റ് ആണ്, സെപ്പറേറ്റ് ആണ്. പക്ഷേ ഒരു LLPയിലാണെങ്കിലും അതേപോലെ സെപ്പറേറ്റ് ആണ്, ലീഗൽ എൻറ്റിറ്റിയാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ദർ ഇസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദർ ഇസ് അബൌട്ട് ദ ലീഗൽ എൻറ്റിറ്റി. ദെൻ അബൌട്ട് ദ ലയബിലിറ്റി ആണെങ്കിൽ കമ്പനിക്ക് ലിമിറ്റഡ് അപ് ടു ദ അൺപെയ്ഡ് ക്യാപിറ്റൽ. നമ്മുടെ എത്രത്തോളം അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം ഈ സബ്ജക്റ്റിൻ്റെ തുടക്കത്തിൽ കമ്പനിയുടെ ക്ലാസിഫിക്കേഷനിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ദ ലയബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അൺപെയ്ഡ് ക്യാപിറ്റൽ എത്രയാണോ അത്രയും മാത്രമേ കമ്പനിക്ക് ലിമിറ്റേഷനുണ്ട്, അത്രയും ആവശ്യമുള്ളൂ. അവർക്ക് ലയബിലിറ്റിയുടെ ലിമിറ്റേഷനുണ്ട്. ഒരു LLPക്കും അതുപോലെ അവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തോ അതിനെ ബേസ് ചെയ്ത് മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. പക്ഷേ പാർട്ട്ണർഷിപ്പിന് അങ്ങനെയല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ദെൻ അബൌട്ട് ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി, the number of shareholders minimum 2 and maximum 200 is there. Then for an LLP the minimum shareholders is 2 and the maximum, there is no maximum limit. എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും LLPയിൽ പാർട്ട്നേഴ്സ് ആകാം. ഇൻ കേസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ദർ ഇസ് എ മിനിമം 2 ആൻഡ് മാക്സിമം 50. 50 പേര് മാത്രമേ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ആവാൻ പാടുള്ളൂ. ദിസ് ഇസ് അബൌട്ട് ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ബാക്കി രണ്ടും പാർട്ട്നേഴ്സ് എന്ന് തന്നെയാണ് പറയുക. നെക്സ്റ്റ് അബൌട്ട് ദ ഫോറിൻ നാഷണൽസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പാർട്ട്ണർ. ഒരു കമ്പനിയിൽ ഫോറിൻ നാഷണൽസിന് വേണമെങ്കിൽ പാർട്ട്നേഴ്സ് ആകാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം. In LLP also the foreign nationals can be the partners. But in partnership everybody should be of Indian origin ഉള്ളവരെ മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, പാർട്ട്നേഴ്സ് ആകാൻ പറ്റൂ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദെൻ അബൌട്ട് ദ മീറ്റിംഗ്, കമ്പനി എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തും. LLPക്ക് അങ്ങനെ പ്രത്യേകിച്ച് മീറ്റിംഗ്സിനൊന്നും അത്യാവശ്യമില്ല. അതേപോലെ പാർട്ട്ണർഷിപ്പിലും മീറ്റിംഗ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കമ്പനിക്ക് എന്തായാലും AGM ഉണ്ട്, ആനുവൽ ജനറൽ മീറ്റിംഗ് എവറി ഇയർ. ദെൻ അബൌട്ട് ദ ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. കമ്പനി ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യാറുണ്ട് വിത്ത് ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ദ LLP will also submit the annual statement of accounts, the statement of solvency and the annual return with the ROC. Annual statement of accounts കൊടുക്കും, സോൾവൻസിയും കൊടുക്കും, അതുപോലെ ആനുവൽ റിട്ടേണും ROCയിലേക്ക് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ റിട്ടേൺ ഫയലിംഗ് ഒന്നും കമ്പൽസറി അല്ല. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദി ROC. ആൻഡ് നെക്സ്റ്റ് അബൌട്ട് ദ ഓഡിറ്റ്.
കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം കമ്പനിയിൽ. പക്ഷേ ഒരു LLPയിലാണെങ്കിൽ ഓൾസോ ഇറ്റ് ഇസ് റിക്വയർഡ്, ഓഡിറ്റിംഗ് ആവശ്യമാണ്. എപ്പോഴാണ് കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിലും കൂടുതലാണ്, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 25 ലക്ഷത്തിൽ കൂടുതലും, അതുപോലെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിൽ കൂടുതലാവുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യേണ്ടതാണ് LLP. പാർട്ട്ണർഷിപ്പിന് ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ദെൻ അബൌട്ട് ദ ഡിസൊല്യൂഷൻ ആണെങ്കിൽ കമ്പനി നമുക്ക് പല രീതിയിൽ ഡിസോൾവ് ചെയ്യാം, വോളണ്ടറി, കമ്പൽസറി ഒക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ ഭയങ്കര പ്രൊസീജിയേഴ്സ് ആയിരിക്കും, നമ്മൾ അതിൻ്റെ ഡിസൊല്യൂഷന് ഡിഫിക്കൽട്ടാണ്. ബട്ട് LLPയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വോളണ്ടറി അല്ലെങ്കിൽ NCLT, ദാറ്റ് ഈസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് ഡിസോൾവ് ചെയ്യാം. അവിടെ കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാനും പറ്റുന്നതാണ്. എബൌട്ട് ദ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2 കൂട്ടരുടെ സമ്മതത്തോടെ നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ ഇൻസോൾവെൻ്റ് ആവുന്നു, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വഴി, പിന്നെ നമ്മൾ കുറേ കേസ് വരുന്നു മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ, അതെല്ലാം വഴി നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് എബൌട്ട് ദ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ്. വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ്, ഇപ്പം ഒരു ഫേമാണ് LLPയുടെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ കൂടെയുള്ളൊരു പാർട്ട്ണർ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ട്ണറിനെ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഹി ക്യാൻ ബ്രിങ് ഇറ്റ് ടു ദ ഐസ് ഓഫ് ദി കോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ബാക്കി ആരും അറിയാതെ തന്നെ നമ്മളൊരു ചോർത്തി കൊടുക്കുക എന്ന് പറയത്തില്ലേ, നല്ല കാര്യങ്ങൾക്ക് നമ്മളവിടെ ഫ്രോഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അറിയിച്ചു കൊടുക്കുന്നത് ഫോർ ദ ഹയർ അതോറിറ്റി, അതിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുക. പക്ഷേ വിസിൽ ബ്ലോയേഴ്സ് പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ടോ ഇല്ലയോ അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ കമ്പനി ആക്ടിനനുസരിച്ച് ഇതുപോലെ വിസിൽ ബ്ലോയിങ് ഉണ്ടാവും, പക്ഷേ അവർക്കുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കത്തില്ല കമ്പനി ആക്ട്. അവർ പറഞ്ഞ സത്യമാണോ തെറ്റാണോ അതിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ഹാം ഉണ്ടാവും, അതൊന്നും കമ്പനി ലോയിൽ ശ്രദ്ധിക്കുന്നില്ല. ഒരു LLPയിലാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ദേ പ്രൊട്ടക്ട് ദ വിസിൽ ബ്ലോയേഴ്സ് ആസ് ദേ വിൽ ഹെൽപ്പ് ഇൻ ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ അവർ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ LLP കുറച്ചുകൂടെ അവർക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പും ഇതേപോലെ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാറില്ല. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 3 ഫോംസ്. നമ്മൾ 3 കമ്പനി അതുപോലെ LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ what are the major comparison points നിങ്ങൾ ഓർക്കുക. റെഗുലേറ്റിംഗ് ആക്ട്, രജിസ്ട്രേഷൻ, നെയിം, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ലീഗൽ എൻറ്റിറ്റി, ലയബിലിറ്റി, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ്, ഫോറിൻ നാഷണൽ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പാർട്ട്ണർ, ദെൻ മീറ്റിംഗ്സ്, ആനുവൽ റിട്ടേൺ ഫയലിംഗ്, ദെൻ ഓഡിറ്റിംഗ്, ഡിസൊല്യൂഷൻ ആൻഡ് വിസിൽ ബ്ലോയിങ്. അപ്പോൾ ഇത്രയും കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങളിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടതും ഈ ഒരു കാര്യം തന്നെയാണ്. ദ കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പനി, ദെൻ LLP ആൻഡ് ദ പാർട്ട്ണർഷിപ്പ്. Okay, so next one is about it is LLP agreement, LPP അല്ല LLP, Limited Liability Partnership Agreement. So ഈ ഒരു അഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ LLP കേസിൽ പറയുന്ന LLP അഗ്രിമെൻ്റ് എന്നാണ്. സോ LLP അഗ്രിമെൻറ്റിൽ നമുക്ക് വേണ്ടത് എന്തെല്ലാം, അതിൽ ഫസ്റ്റാണ് നെയിം ഓഫ് ദി LLP. ആ LLPയുടെ പേര്, ഇപ്പോൾ കമ്പനിക്കും പാർട്ട്ണർഷിപ്പിനും ഒക്കെ പേരുണ്ടല്ലോ ഫേമിന്, അതേപോലെ LLPയുടെ പേര്. ദെൻ പാർട്ട്നേഴ്സിൻ്റെയും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെയും, നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2 പാർട്ട്നേഴ്സും പിന്നെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും, അതിലൊരാൾ നാഷണൽ റെസിഡൻറ്റും ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പേരും, ദെൻ നെയിം, ദ ഫോം ഓഫ് ദ കോൺട്രിബ്യൂഷൻ, അവർ ഏത് രീതിയിലാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോർ ദ LLP, that should be mentioned. Then what is the profit sharing ratio of those partners and the designated partners, and the rights and duties of the partners. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു LLP അഗ്രിമെൻറ്റിൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ഇവർക്ക് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ LLP ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള എല്ലാ ആക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ റൈറ്റ്സ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ അബൌട്ട് ദ പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ, ഒരു LLPയുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് എങ്കിലും ആവശ്യമുണ്ട് അല്ലേ. വേണമെങ്കിൽ ഇതൊരു കോർപ്പറേറ്റ് ബോഡി തന്നെ ആവാം. ഇപ്പോൾ ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ബോഡിയാണെന്ന് വെച്ചോ. അപ്പോൾ ആ കോർപ്പറേറ്റ് ബോഡി എന്ത് ചെയ്യണം, വേറൊരാളെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നോർമൽ ആളെ തന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് നോമിനേറ്റ് ചെയ്യണം. ആൻഡ് ഹീ ക്യാൻ ബി എനി കമ്പനി ഓർ ഹീ ക്യാൻ ബി എൻ ഇൻഡിവിജ്വൽ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തോ പുറത്തുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ ഒരു LLP തന്നെ ആകാം, ഇന്ത്യയിൽ പുറത്തോ അകത്തുള്ളൂ. ഇവിടെ പാർട്ട്നേഴ്സിൽ വലിയ റെസിഡൻ്റ് ആവണമെന്നില്ല. പക്ഷേ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ 2 പേര് വേണം, അതിലൊരാൾ ഇന്ത്യൻ റെസിഡൻറ്റും ആയിരിക്കണം. പിന്നെ പാർട്ട്നേഴ്സിൻ്റെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അവർ ഇൻസോൾവെൻ്റ് ആവരുത്, അവർക്ക് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല, എത്ര പേര് വേണമെങ്കിൽ LLPയിൽ നമുക്ക് മെമ്പേഴ്സ് ആവാം. ദെൻ
ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് കമ്പൽസറിയാണ്. അപ്പം 2 പേര് വേണം, അതിനകത്ത് ഒരാൾ ഇന്ത്യൻ റെസിഡൻ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഡെസിഗ്നേറ്റഡ് പാർട്ട്നറിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫോർ ദ ടൈം ബീയിങ് പാർട്ട്നേഴ്സിൽ 2 പേരിൽ ഒരാളെ നമുക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് വെക്കാം. പക്ഷേ ഒരു 30 ദിവസം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പീരീഡിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി ചെയ്തില്ല എങ്കിൽ എന്താ പറ്റുക, നമ്മുടെ നോർമൽ പാർട്ട്നേഴ്സിന് പണിഷബിൾ ആയിരിക്കും. അവർക്ക് ഫൈനോട് കൂടിയിട്ടുള്ള പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇൻ കേസ് ഓഫ് ദിസ് partner, designated partner, if we are not selecting a proper designated partner. ഇനി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. നമുക്ക് ഈ ആധാർ പോലെ തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് ഒരു നമ്പർ ഉണ്ട്. അതിനെയാണ് DPIN എന്ന് പറയുന്നത്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇറ്റ് ഇസ് എൻ 8-digit ന്യൂമറിക് നമ്പർ. സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുത്തിന് ഓരോ പാർട്ട്നേഴ്സിന് പെർട്ടിക്കുലർ പാർട്ട്ണറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കും. ഇപ്പം ആധാറൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുക, ഒരു ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അഡ്രസ് പ്രൂഫും ഒരു ഫീസും ഒക്കെ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആധാർ ജനറേറ്റഡ് ആവും. അതേപോലെ ജനറേറ്റഡ് ആയി വരുന്ന ഒന്നാണ് ദിസ് DPIN. ഇറ്റ് ഈസ് ഓൾസോ 8-digit ന്യൂമറിക് നമ്പർ. 8-digit ന്യൂമറിക് നമ്പറാണത്. അപ്പം ഈ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഒരു DIN ഉണ്ടാവും, ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, വിച്ച് ഇസ് അലോട്ടഡ് ആസ് ദ DPIN. ആ DIN ആണ് നമ്മൾ DPIN ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയത് എന്താ, പാർട്ട്ണർഷിപ്പിൻ്റെ 1 minute. ഫസ്റ്റ് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ലോ റിലേറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഓൺ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷനിലെ റൈറ്റ്സും അതുപോലെ ലയബിലിറ്റീസും പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് തന്നെ പോകുന്നു, ദ LLPയുടെ ഫീച്ചേഴ്സ്, ദെൻ വാട്ട് ആർ ദി കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പനി, LLP ആൻഡ് ദ പാർട്ട്ണർഷിപ്പ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്. And now what is LLP agreement and who are the partners and the designated partners and what is meant by DPIN. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ഡേ വി വിൽ ഡീൽ വിത്ത് ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്. നമ്മുടെ LLP അഗ്രിമെൻറ്റിനെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഇൻകോർപ്പറേഷൻ എങ്ങനെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താ, അതിൽ ഓരോ പാർട്ട്നേഴ്സിനും ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LLP, ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. ഞാനതിനെ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് ടോപ്പിക് ഞാൻ പറഞ്ഞു, ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ കമ്പനി, ദെൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP. ഇത്രയും കാര്യങ്ങൾ എഴുതി സബ്മിറ്റും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദേ. താങ്ക് യു.